മലസേഷ്യ എന്ന് പറയുന്ന ഒരു ഫംഗസ് നമ്മുടെ സ്കാൽപ്പിൽ ഓവറായിട്ട് ഗ്രോ ആവുന്നതാണ് ഈ താരന് കാരണം. ഇതേ മലസേഷ്യ എന്ന് പറയുന്ന ഫംഗസ് നമ്മുടെ സ്കിന്നിലും ഉണ്ട്, കുടലിലും ഉണ്ട്. അപ്പൊ ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നു, വറുത്തത് പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഈ മലസേഷ്യ നമ്മുടെ കുടലിൽ വളരും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചീത്ത ബാക്ടീരിയാസും ഫംഗസും ഓവർ ഗ്രോത്ത് വരുമ്പോൾ ഇതാണ് താരന് പ്രധാന കാരണം. അപ്പൊ ഒരിക്കലും നമുക്ക് ആ ഒരു റൂട്ട് കോസിനെ കറക്റ്റ് ചെയ്യാതെ ഈ പ്രശ്നത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതിനായിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമുക്ക് നല്ല ബാക്ടീരിയനെ ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ തൈര്, മോര്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ പച്ചക്കറികൾ നല്ല രീതിയിൽ കഴിക്കുക, ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിക്കുക. അതുപോലെ ചീത്ത ഭക്ഷണങ്ങളായിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ വയറിന്റെ ആരോഗ്യത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജങ്ക് ഫുഡ്സുകൾ, വറുത്തത് പൊരിച്ചത് മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ ഈ വയറിന്റെ പ്രശ്നങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാതെ ഒരിക്കലും താരം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല.